എന്താ ഇപ്പോൾ ചൂടല്ലേ, വല്ലാത്ത ചൂട് തന്നെ. ഈ ചൂട് തന്നെ ഇപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അപ്പം ഇനി നരകത്തെ ചൂട് ഇപ്പം എന്തായിരിക്കും? ഇങ്ങനെ പറയുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല റഹ്മത്തിൻ്റെ മഴ നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മളെപ്പോഴും ദുആ ചെയ്യണം. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശം മറ്റൊന്നാണെങ്കിലും ഈ ചൂടെന്നെ സഹിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ ഇനി നരകത്തിലെ ചൂടെങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ചിന്തയെ വേണ്ട. നമുക്കൊരു പേടിയുണ്ടെങ്കിലും ഈ ചൂടെന്നെ സഹിക്കാൻ കഴിയണില്ല, അപ്പം നമ്മൾ നരകത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതായ ഒരു ധ്വനി അതല്ല, നമുക്ക് നമ്മുടെ തറവാട്ടിലേക്കാണ് പോകാനുള്ളത്. നാം എപ്പോഴും ജാഗ്രത പാലിക്കേണ്ട ഒരു സംഗതിയാണ്. എന്നിരുന്നാൽ പോലും നമുക്കൊരു പേടി ഉണ്ടാകണം, എന്നാലും ഒരു പ്രതീക്ഷയും ഉണ്ടാകണം. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് മുഅ്മിനിന്റെ ജീവിതമെന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സ്വർഗം കിട്ടുന്നുള്ളതായ ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം, എന്നാൽ പോലും നമുക്കൊരു പേടിയും ബേജാറും കൂടെ ഉണ്ടാകണം. അപ്പോൾ അതിന് പറ്റിയൊരു നല്ല ഒരു ദുആ മനസ്സറിഞ്ഞുകൊണ്ട്, നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്നതാണെങ്കിൽ പോലും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ അവസാനത്തെ ദുആ ഉണ്ടല്ലോ, اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال اللهم إني أعوذ بك من عذاب القبر ومن عذاب النار. ഖബർ ശിക്ഷയെ തൊട്ടും നരക ശിക്ഷയെ തൊട്ടും ഞാൻ എന്നോട് കാവലിന് ചോദിക്കുന്നു. മനസ്സറിഞ്ഞുകൊണ്ട് പറയുക. അല്ലാഹു തആല സ്വർഗ്ഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.